ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞാൻ ഒരു കാര്യം നമുക്ക് കേരളത്തിൽ അധികം ആൾക്കാർക്കൊന്നും പരിചയമില്ലാത്തൊരു ബ്രീഡിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ യൂറോപ്പിലൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള ബ്രീഡിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു ബ്രീഡ് എത്തിയിട്ട് ഒരു 3 മാസം ആയി. അതിൻ്റെ പേര് ബോർഡർ കോലി എന്നാണ്. അത് വേൾഡിൽ തന്നെ ഏറ്റവും നല്ലൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഡോഗ് ബ്രീഡാണ് ബോർഡർ കോലി. പിന്നെ ബോർഡർ കോലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ശരിക്കൊരു പർപ്പസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു ഡോഗാണ്. അതായത് ഷീപ്പ് ഹേർഡിങ് ഡോഗാണ്. അതായത് ആളുകളെ മേയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡോഗാണ്. പക്ഷെ കാണാൻ 2 ടൈപ്പ് ഉണ്ട്. അത് വർക്കിംഗ് ലൈനും ഉണ്ട്, പിന്നെ ഷോ ലൈനും ഉണ്ട്. ഷോ ലൈനാകുമ്പം കുറച്ച് ഹെയറൊക്കെ കൂടിയിട്ട് കാണാൻ സുന്ദരന്മാരായിട്ടുള്ള സുന്ദരികളായിട്ടുള്ള ഡോഗ്സിനെ കാണാം. പക്ഷേ വർക്കിംഗ് ലൈനാണെങ്കിൽ ഹെയറൊക്കെ കുറഞ്ഞിട്ടുള്ള ഡോഗ്സിനായിരിക്കും നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുക. ഇപ്പോൾ ബോർഡർ കോലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിലുള്ള പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു ബ്രീഡാണ്. കേരളത്തിലൊക്കെ നമുക്ക് ഹേർഡിങ്ങിനായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും നല്ല ഒരു ക്യൂട്ട് ലുക്ക്, നല്ല ലുക്കും ഉണ്ട്, കാണാൻ നല്ല രസമാണ്. കുറച്ച് വലിപ്പം കുറവാണ്, ഹസ്കിയേക്കാളും കുറച്ച് വലിപ്പം കുറവാണ്. പക്ഷേ ഹസ്കി അപ്പോൾ നല്ല രോമമുള്ള ബ്രീഡാണ്, നല്ല ലുക്ക് ഉണ്ട്, കാണാൻ നല്ല സ്റ്റൈലാണ്. അതുകൂടാതെ നല്ല ഇൻ്റലിജൻസാണ്. അനുസരണ എന്ന് പറഞ്ഞാൽ നല്ല അനുസരണയാണ്. കാരണം നമ്മൾ ട്രെയിനിങ് അതിനെന്തെങ്കിലും ചെറിയ രീതിയിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് ഇരിക്കാനും നിൽക്കാനും വിളിക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ എവിടെ നിന്ന് വിളിച്ചാൽ ഓടി വരും. അത്രയ്ക്ക് അനുസരണയുള്ളൊരു ബ്രീഡാണ്. നമുക്ക് വളർത്താൻ ഏറ്റവും എളുപ്പമുള്ളൊരു ബ്രീഡ് എന്ന് തന്നെ പറയാം. പക്ഷേ ഒരു ഗാർഡ് ഡോഗിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം അതിനെക്കുറിച്ച് എനിക്ക് വലിയ ആധികാരിക അറിവില്ല. എങ്കിലും ഡോബർമാരൊക്കെ കുരയ്ക്കുമ്പം വീട്ടിൽ നല്ലപോലെ ഇവനും കുരക്കുന്നുണ്ട്. അതുപോലെ ചെറിയൊരു അനക്കം കേട്ടാൽ പോലും ബാർക്ക് ചെയ്യുന്നൊരു സ്വഭാവക്കാരാണ് ഇവർ. അപ്പോൾ ഒരു ഡോഗ് എൻ്റെ കയ്യിലുള്ളൂ, എങ്കിലും അവൻ്റെ സ്വഭാവമാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോർഡർ കോലിയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ പിന്നെ ഇൻ്റലിജൻസിൻ്റെ അടിപൊളിയാണ്, നല്ല അടിപൊളി ക്യൂട്ട്, നല്ല അനുസരണയുള്ള ഡോഗാണ്. പിന്നെ ആർക്ക് വേണം വളർത്താൻ പറ്റും, അധികം ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളോ കാണുന്നില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് കോമ്പ് ചെയ്താൽ മതി. അങ്ങനെ ഹസ്കിയെ പോലെ രോമം കൊഴിഞ്ഞ ഡബിൾ കോട്ടില്ല. അതുകൊണ്ട് തന്നെ രോമം കൊഴിയുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രോമം കൊഴിച്ചിലുണ്ടാവില്ല. ഹസ്കിക്കുള്ള പോലെ ഒരു രോമം കൊഴിച്ചിലോ ഒന്നും ഉണ്ടാവില്ല. കാണാൻ ലുക്കുകൊണ്ട് ഹസ്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുരക്കുകയോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അല്ലെങ്കിൽ അനുസരണ കുറച്ച് കുറഞ്ഞൊരു ബ്രീഡാണ് ഹസ്കി. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ബോർഡർ കോലി നമ്മുടെ നാട്ടിൽ വളർത്താൻ വളരെ എളുപ്പമാണ്, നല്ലൊരു ബ്രീഡാണ്. അത് നമ്മുടെ നാട്ടിലെ പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. അതായത് വളരെ കേരളത്തിൽ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറേ സെർച്ച് ചെയ്തിരുന്നു കേരളത്തിൽ ബോർഡർ കോലി എന്ന ബ്രീഡിനെ കുറിച്ച്. പല കുട്ടികളെ കിട്ടാൻ വല്ല വഴിയുണ്ടോ ഞാൻ നോക്കിയിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് നോർത്ത് ഇന്ത്യയിൽ അത് നാസിക്കുന്ന ഒരാൾ ഈ ചൈനയിലെ റോഡ് മാർഗം വന്ന് ചൈനയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഒന്നിനെടുക്കുകയാണ് ചെയ്തത്. രാജസ്ഥാനിലുണ്ട് ഒരു ആൾ, ന്യൂസിലൻഡിൽ നിന്ന് കൊണ്ടുവന്നൊരു ഇമ്പോർട്ട് മെയിലും ഫീമെയിലും രാജസ്ഥാനിലുണ്ട്. അപ്പോൾ രാജസ്ഥാനിലുള്ള അതിൻ്റെ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ് കുട്ടികളൊക്കെ. അവരൊക്കെ 1 lakhന് മേലെയാണ് അതിനെ സെയിൽ ചെയ്യുന്നത്. അതിന് പക്ഷേ ഞാൻ അതൊന്നും നോക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് KC ഇല്ല. KC ഇവിടെ ഇന്ത്യയിൽ തന്നെ ആരും ബോർഡർ കോലിക്ക് ഉണ്ടാക്കിയതായിട്ട് അറിവില്ല. ഇനിയിപ്പോൾ ഞാൻ ശ്രമിക്കുന്നുണ്ട്, എനിക്ക് KC ആക്കണം. അതുകൂടാതെ ചാമ്പ്യൻഷിപ്പിലൊക്കെ ഞാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഫീമെയിലിനെ കൂടി ഇറക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ബോർഡർ കോലി എന്ന ബ്രീഡിനെ ഒന്ന് കേരളത്തിലൊന്ന് പോപ്പുലറാക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. പോപ്പുലർ എന്ന് വെച്ചാൽ നല്ലൊരു ബ്രീഡാണ്. മറ്റുള്ള ഹസ്കികളൊക്കെ ഇഷ്ടം പോലെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് ഇഷ്ടം പോലെയായി ഹസ്കി. പക്ഷെ ബോർഡർ കോലി എന്ന് പറയുന്ന ബ്രീഡില്ല. പക്ഷെ കാണാൻ നല്ല സ്റ്റൈലും ഉണ്ട്, നല്ല അനുസരണയാണ്, വളർത്താൻ നല്ല എളുപ്പമുള്ളൊരു ബ്രീഡാണ്. നിങ്ങൾ വിചാരിക്കും പൊമറേനിയൻ പോലെ ആയിരിക്കുന്നത്. പക്ഷേ പൊമറേനിയൻ വലിപ്പം കുറച്ച് കുറവായിട്ട് ആൾക്കാർ വിചാരിക്കുന്നത് പൊമറേനിയനാണോ. പക്ഷേ പൊമറേനിയൻ അല്ല, ഇത് ബോർഡർ കോലി എന്ന സംഭവം എക്സ്ട്രീംലി വേറെ തന്നെ. കാരണം ഏറ്റവും നല്ലൊരു ബുദ്ധിയുള്ളൊരു ബ്രീഡാണ്. നമുക്ക് എത്ര നന്നായിട്ട് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള കാര്യം മനസ്സിലാവും. നല്ല അടിപൊളി ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. എന്ത് പെട്ടെന്ന് പഠിക്കുന്ന അറിയും ഓരോ കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ബ്രീഡിനെ കുറിച്ച് കേരളത്തിൽ ആർക്കും അറിയാത്തതുകൊണ്ട് ഈ ഒരു ബ്രീഡിനെ പരിചയപ്പെടുത്താമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ നോക്കൂ.
ഇതാ ഈ ഒരു ബ്രീഡിനായിട്ട് ഈ ഒരു വീഡിയോ കൂടെ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ബോർഡർ കോലിയെ കുറിച്ച് അറിയാത്തവർക്ക് അറിയാനും പിന്നെ ഇങ്ങനെ ഒരു ബ്രീഡ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാനും വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. ഇനിയും ബോർഡർ കോലീൻ്റെ വീഡിയോസ് ഞാൻ ഇഷ്ടംപോലെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ബോർഡർ കോലിയെക്കുറിച്ച് അറിയണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ക്യാരക്ടറോ അല്ലെങ്കിൽ എങ്ങനെയാണ് പരിപാലിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇനി ബോർഡർ കോലീൻ്റെ ഭാവിയിൽ ബോർഡർ കോലീൻ്റെ ബ്രീഡിനെ വാങ്ങാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും കുറേ ബോർഡർ കോലിയുടെ ഹസ്കിയുടെ എല്ലാം വീഡിയോകൾ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മളെ ഹീറോ